ഷാക്കുദ്ദീൻ അലി ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഈ ഒരു വിവാദത്തിൽ എന്ന് വ്യക്തമായിരിക്കുകയാണല്ലോ. ഇനി അറിയാനുള്ളത് എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നാണല്ലോ. അത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു നീക്കം എന്ന് തന്നെ പറയാം. ഇപ്പോൾ BJP ഇതിനെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ. അത് അവരുടെ കാര്യം. താങ്കൾ എന്ത് നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്? എന്താണ് തൃശ്ശൂരിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? തുടരെ വിവാദങ്ങൾ. അപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധയാകെ തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന പോലെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പണ്ട് VSന്റെ ഭാഷയിൽ പറഞ്ഞല്ലേ, വെറുക്കപ്പെട്ടവരുടെ മഹാസമ്മേളനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയും ആ മനുഷ്യനെ അവിടെ നിന്ന് തോൽപ്പിക്കുക, അതിന് എന്തൊക്കെ വഴികൾ പയറ്റാൻ പറ്റും എന്ന് ആലോചിക്കുക, നിരന്തരം വിവാദങ്ങൾ കൊണ്ടുവരിക, തങ്ങളുടെ അതേ നിലവാരത്തിൽ സുരേഷ് ഗോപിയെ കാണുക, ആ രീതിയിൽ ചിത്രീകരിക്കുക, ഇതിനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിക്കെതിരെ അടുത്ത് വന്ന ആദ്യത്തെ വിവാദം, ഇപ്പൊ കോഴിക്കോട് വന്ന വിവാദം നമുക്കറിയില്ല, അത് അദ്ദേഹത്തിന് ഗുണം ചെയ്താണ്. കാരണം അദ്ദേഹം അങ്ങനെ ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ സിറ്റുവേഷൻ നമുക്ക് പറ്റ വെളിച്ചത്തിൽ നടന്നൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഈ എന്താണ് കിരീടത്തിന്റെ വിവാദം. കിരീടത്തിൽ നമുക്കറിയാമല്ലോ, സുരേഷ് ഗോപി ഇത്ര ഭാവന എവിടെയെങ്കിലും പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ നേർച്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, അദ്ദേഹത്തിന് കൊല്ലത്ത് കൊടുത്തൂടെ? കൊല്ലത്ത് തന്നെയല്ല, അത് അദ്ദേഹത്തിന് ലൂർദ് മാതാവ് എന്ന ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിലെ ലൂർദ് എന്ന സ്ഥലം. അപ്പം ആ പേരുള്ള ഒരു പ്രധാനപ്പെട്ട പിന്നെ തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണത്. അപ്പം അത് അദ്ദേഹത്തിന് അതിലുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, ലോകത്ത് എല്ലാ ഭാഗത്തും ലൂർദ് മാതാവിനോട് ആ രീതിയിലുള്ള ഒരു ബഹുമാനമുണ്ട്. അപ്പം നമ്മൾ എവിടെ, അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. അപ്പൊ സുരേഷ് ഗോപിക്ക് പേഴ്സണൽ വിശ്വാസം, ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വന്തം മതം സ്വന്തം വിശ്വാസമൊക്കെ ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും ഉള്ള അവകാശം സുരേഷ് ഗോപിക്ക് ഇല്ലേ? സുരേഷ് ഗോപി എന്താ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന ആളാണോ? സുരേഷ് ഗോപി എന്താ പാകിസ്ഥാനിയാണോ? ഒരു ആലിയൻ എനിമി ആലിയനാണോ? അപ്പൊ അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് പാടില്ല. രണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെ കയ്യിലുള്ള മോതിരം പോലും സ്വർണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായ സ്വർണ്ണമല്ല. നിങ്ങൾ ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാതിരിക്കുക, അതിൽ എസ്പെഷ്യലി രത്നങ്ങളോ കല്ലുകളൊക്കെ പതിക്കുമ്പോൾ അത് നിങ്ങൾ ചെമ്പ് ചേർക്കും. ഈ കള്ളന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെമ്പ് മാത്രം കാണിച്ചിട്ട് അത്യാവശ്യം സ്വർണം പൂശിയിട്ട് അത് സ്വർണ്ണമാണ് എന്ന് പറയും. എന്നാൽ ഒരു പവനൊക്കെ അല്ലെങ്കിൽ കാൽ പവനൊക്കെ കാണിക്കൂ, എന്നിട്ട് വലിയ സംഭവമായിട്ട് കാണിക്കൂ. സുരേഷ് ഗോപി അതല്ലേ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഇന്നത് ഒരു യൂട്യൂബ് അതിന്റെ അസസ് ചെയ്യും എന്ന് ചില ആളുകൾ പറയണ്ടായി. അസസ് ചെയ്തോ നമുക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങളാ പുറത്ത് പറയണം. ഇത് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കേട്ടത് അത് അസസ് ചെയ്തു എന്നും അത് 5 പവനോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 5 പവൻ സ്വർണം എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് ആണ്. മാത്രമല്ല അത് ചെയ്ത തട്ടാൻ തന്നെ പറയണ്ടേ, ബാക്കി സ്വർണം ബാക്കി വന്നുകൊണ്ട് അത്ര സ്വർണം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അപ്പോൾ അത് പൊളിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ, ഗോപിയാശാന്റെ കാര്യം. ഈ ഗോപിയാശാന്റെ കാര്യത്തിൽ സത്യത്തിൽ ഗോപിയാശാൻ, നമുക്കൊക്കെ ഗോപിയാശാൻ അറിയാം. ഞാൻ ഗോപിയാശാൻ അറിയാവുന്നത് അത് മോഹൻലാലിനെയൊക്കെ മറ്റേ വാനപ്രസ്ഥ സിനിമ ചെയ്യുന്ന സമയത്ത് സഹായിച്ചു എന്നതിന്റെ പേരിലാണ്. അല്ലാതെ ആ രീതിയിൽ ഒരുപാട് വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുന്ന അങ്ങനെ ആളൊന്നല്ല ഗോപിയേട്ട. പക്ഷെ ഇന്നിപ്പോ കേരളത്തിൽ ഗോപി സാർ വലിയൊരു ഫിഗറായി, ഗോപിയാശാൻ വലിയൊരു ഫിഗറായിട്ട് മാറി. അതൊക്കെ ഓക്കെ, നല്ല കാര്യം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? സുരേഷ് ഗോപിയാണോ അദ്ദേഹത്തിനെ വിളിച്ചത്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിയുടെ മുമ്പ് ചോദിച്ചു ഇങ്ങനെ ഒരു പത്മവിഭൂഷൺ കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു, ചേട്ടാ നമ്മളെ കയ്യിലുള്ള നമ്മൾ ചെയ്യേണ്ടതല്ല, എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പറ്റെങ്കിൽ എനിക്ക് താല്പര്യം, അങ്ങനെ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് ഗോപിയാശൻ പറഞ്ഞു. സുരേഷ് ഗോപി അങ്ങനെ ആളാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ പ്രലോഭനമൊന്നും മുന്നോട്ട് വെച്ചിട്ട് ആളുകളെ വീഴ്ത്തുന്ന ഒരാളല്ല. പിന്നെ ഇദ്ദേഹത്തെ വിളിച്ചതാരാ? ഏതോ ഒരു ഡോക്ടർ. ഈ ഡോക്ടർ ആരാന്ന് ആരും വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് തന്നെ സുരേഷ് ഗോപിയുടെ സ്വഭാവം വെച്ച് നമുക്കറിയാം, ഇങ്ങനെയുള്ള ചീപ്പ് കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്യില്ല. സുരേഷ് ഗോപി ഡെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യാൻ പഠിക്കുന്ന വലിയ കാര്യങ്ങളല്ലാതെ ചീപ്പായിട്ടുള്ള ചെറിയ സാധനങ്ങൾ അദ്ദേഹം ചെയ്യാറില്ല. ഈ ഡോക്ടർ ആരാന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയും, ഞാനിപ്പോ ചാനലിലൊക്കെ വന്നിട്ട് ഈ രീതിയിൽ ഫാക്ച്വൽ അനാലിസിസ് നടത്താറുണ്ടല്ലോ പല കാര്യങ്ങൾ. പല ആളുകളെയും വിചാരം ഞാൻ BJP ചേരാം, ഞാനിങ്ങനെ BJP ചേരാം. ഇന്ത്യ രാഷ്ട്രീയത്തിൽ നല്ല ധാരണയുള്ള ഒരാള്, ബീങ് എ മുസ്ലിം, പ്രാക്ടീസ് മുസ്ലിമായി എനിക്ക് BJP ചേരാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ സുരേഷ് ഗോപിയെ പോലെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ നല്ലൊരു കാൻഡിഡേറ്റ് വന്നാൽ ചിലപ്പോൾ വോട്ട് ചെയ്തു തരും. എനിക്കൊരിക്കലും BJP ചേരാൻ പറ്റില്ല. പക്ഷെ ആളുകളെ വിചാരം പത്മശ്രീ എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ സ്ഥാനത്ത് ഒരു പുച്ഛമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പദവി, അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പറ്റിയത്. എനിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. പിന്നെന്താ, ഗവർണർ BJP ലിസ്റ്റിലെ ആളുകളുടെ സമയത്ത് എനിക്ക് എനിക്ക് ഗവർണർ സ്ഥാനം തരാൻ പോവുക. ഇത് ചില BJP അനുയായികളായ ആളുകളോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളോ ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ആ ഡോക്ടറെ പറഞ്ഞിട്ടുണ്ടാവും, ചേട്ടൻ ഇത് ഈ പത്മവിഭൂഷണൊക്കെ വേണ്ടേ എന്ന്.
അത് സുരേഷ് ഗോപി ഇവിടെ എന്ത് പഴിച്ചു?